ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് സർവീസിന് കിട്ടിയിരിക്കുന്ന ഹുവാവി മേറ്റ് 20 പ്രോ ആണ്. ഇത് റീസ്റ്റാർട്ടിംഗ് ആണ് കംപ്ലയിൻറ്റ്. അതായത് കോമൺ ആയിട്ട് ഈ സീരീസിൽ മേറ്റ് 20 അതുപോലെ P30 പ്രോ ഇതെല്ലാം കോമൺ ആയിട്ട് കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ CPU ആണ് കംപ്ലയിൻറ്റ് വരുന്നത്. CPUൻ്റെ അകത്തുള്ള ബോൾസ് ഡ്രൈ ആകുന്നതാണ് ഇഷ്യൂ വരാൻ കാരണം. സോ നമുക്കിതിൻ്റെ CPU റിമൂവ് ചെയ്തിട്ട് ഇത് റീബോൾ ചെയ്ത് ഫിക്സ് ചെയ്താൽ ഫോൺ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നതാണ്. സോ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്കിതിൻ്റെ CPU റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പോർഷനാണ് എന്താണ് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അതായത് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും കമ്പോണൻസ് ഉണ്ട്. സോ നമുക്ക് ഈ ഒരു 2 ഏരിയ കട്ട് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് CPUൻ്റെ ഉള്ളിലോട്ട് നമുക്ക് നൈഫ് ഇൻജെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടും. ഷീൽഡ് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന 2L ഡ്രില്ലറാണ്. നിങ്ങൾക്ക് പല മെത്തേഡുണ്ട് ഷീൽഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പല മെത്തേഡ് എന്താണ് നമുക്ക് യൂസ് ചെയ്യാൻ. നിങ്ങൾ ഷീൽഡ് ഇതേപോലെ 2L ഡ്രില്ലർ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഇതേപോലെ ഒരു പൊടി കാണാൻ പറ്റും. അതായത് ഈ ഷീൽഡിൻ്റെ പൊടി. സോ അതെന്താണ് നമുക്ക് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യണം. എല്ലാന്നാണെങ്കിൽ കമ്പൗണ്ടിൻ്റെ ഇടയിലൊക്കെ ഇട്ട് ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഫ്ലെക്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന മുന്നായിട്ട് ഇതെന്താണ് നമ്മൾ പ്രോപ്പറായിട്ട് ബ്രഷ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് CPU റിമൂവ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ തൊട്ടടുത്തുള്ള കമ്പോണൻസ് അതേപോലെ ഐസികളും കാര്യമൊക്കെ നമുക്കൊന്ന് സേഫ് ആക്കേണ്ടതുണ്ട്. സോ അതിനുവേണ്ടി അതായത് ടെമ്പറേച്ചർ ടേപ്പ്, അതായത് ഹീറ്റിംഗ് പ്രൊട്ടക്ഷൻ ടേപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കിത് കവർ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് CPU റിമൂവ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ സൈഡിലുള്ള നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഷീൽഡ് നമുക്ക് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യണം. അത് ഫുള്ളായിട്ട് അവിടുന്ന് റിമൂവ് ചെയ്ത് മാറ്റണം. എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് CPU ലിഫ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിനുവേണ്ടി ഞാനിവിടെ ഹീറ്റ് അടിച്ചാണ് റിമൂവ് ചെയ്യുന്നത്. കാരണം തൊട്ടടുത്ത് CPU ആണ്. CPU ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. സോ ഹീറ്റ് ആവുമ്പോൾ CPU കംപ്ലയിൻറ്റ് വരുന്ന ഓപ്ഷൻസ് നമുക്കിതിൽ വരില്ല. സോ നമുക്ക് ഹീറ്റ് അടിച്ചാൽ ഈ ഷീൽഡ് റിമൂവ് ചെയ്യാൻ പറ്റും.
നമുക്കിനി സി പി യുവിൻ്റെ സൈഡിൽ വരുന്ന ഗമ്മ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ഹോങ് ഹൈറ്റോങ്ങിൻ്റെ ബ്ലേഡാണ്. സി പി യു ലിഫ്റ്റ് ചെയ്യാനും സി പി യുവിൻ്റെ സൈഡിൽ ഗമ്മ കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഒരു ബ്ലേഡാണ് യൂസ് ചെയ്യുന്നത്. പക്കാ പെർഫെക്ഷനാണ്. നമുക്ക് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരെ കാര്യങ്ങളൊന്നുമില്ല. പക്കാ തിന്നായതുകൊണ്ട് നമുക്ക് എന്താണ് അത് സി പി യുവിൻ്റെ ഡയറക്റ്റ് ആ ഷാർപ്പ് എഡ്ജിലൊക്കെ കറക്റ്റ് ഇറങ്ങുകയും ഗമ്മ് പ്രോപ്പറായിട്ട് കട്ടാവുകയും ചെയ്യും. സി പി യു കട്ട് ചെയ്യാൻ വേണ്ടി സി പി യുൻ്റെ സൈഡിലെ ഗമ്മ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 240 ഹീറ്റും അതേപോലെ ഒരു 40 എയറും നമുക്ക് ബ്ലോവർ യൂസ് ചെയ്യാൻ പറ്റും. സി പി യു റിമൂവ് ചെയ്യാനും സെയിം ബ്രാൻഡിന് അതായത് ഹോങ് ഹൈറ്റോങ്ങിൻ്റെ ബ്ലേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ച് കോസ്റ്റ് അധികമാണ്, പക്ഷേ നമുക്ക് എന്താണ് ലോങ് ലൈഫ് യൂസുമാണ്. അതേപോലെ പെർഫെക്റ്റായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റും. അതിൻ്റെ തൊട്ടടുത്ത് അതായത് സി പിൻ്റെ താഴെയുള്ള കമ്പൗണ്ട്സോ അതേപോലെ എന്താണ് നമ്മുടെ ഈ കണക്ഷൻസോ കാര്യങ്ങളൊന്നും ഡാമേജ് വരില്ല. സി പി യു റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏകദേശം ഒരു ഹീറ്റ് 360 ഹീറ്റും അതേപോലെ ഒരു 60 എയറും ഇതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഈ ഒരു മെത്തേഡിൽ നമുക്ക് സിമ്പിളായിട്ട് കിട്ടാറുണ്ട്. ഫസ്റ്റ് നമുക്ക് ബോർഡ് ക്ലീൻ ചെയ്യാം. ബോർഡിൽ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേയായിട്ട് ടോട്ടലായിട്ട് ഒന്ന് ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്ലെക്സ് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാം. അതായത് നമുക്ക് എന്താണ് ഹീറ്റ് ആവുന്നെങ്കിൽ ഈ ഫ്ലെക്സ് ഏജൻറ്റ് നമുക്ക് എന്താണ് അത്യാവശ്യമാണ്. സോ അതുകൊണ്ട് ഫ്ലെക്സ് യൂസ് ചെയ്യുന്നതിന് ഒരു മടിയും കൂടേണ്ട, നല്ല രീതിയിൽ യൂസ് ചെയ്യാം.
നമ്മൾ CPU ലിഫ്റ്റ് ചെയ്ത് പ്രോപ്പർ ടൈമിങ്ങിലാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൻ്റെ മദർ ബോർഡിൽ ഒരു പൊടി ഗമ്മ് പോലും ഇല്ല, തീരെ ഗമ്മില്ല. ടോട്ടൽ ഗമ്മ് നമ്മുടെ CPUയിലേക്കാണ് അറ്റാച്ച് ആയേക്കുന്നത്. മദർ ബോർഡിൽ തീരെ ഗമ്മ് എഫക്റ്റ് ആയിട്ടില്ല. ടോട്ടൽ CPU കറക്റ്റ് ഹീറ്റിങ്ങിലാണ് നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ട് കറക്റ്റ് ഗമ്മ്, അതായത് ടോട്ടൽ ഗമ്മ് CPUയുടെ മുകളിലാണ് ഉള്ളത്. ബോർഡ് ക്ലീൻ ചെയ്യാൻ T12X അയണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഏകദേശം ഒരു 340 നമുക്ക് ഹീറ്റ് യൂസ് ചെയ്യാൻ പറ്റും. വിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ. അതുമ്പോൾ നമുക്ക് എന്താണ് പ്രോപ്പറായിട്ട് കറക്റ്റ് നമുക്ക് അതിലേക്ക് എല്ലാ ലെഡും അതിലേക്ക് അബ്സോർബ് ആകും. നമുക്ക് ജസ്റ്റ് ഒരു തിക്നെസ്സും കിട്ടും, പ്രോപ്പറായിട്ട് നമുക്ക് ബോർഡ് ക്ലീൻ ചെയ്യാനും പറ്റും. പിന്നെ വിക്കിട്ട് നമ്മൾ അയണും വിക്കും യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുമ്പോൾ ഓവറായിട്ട് നമ്മൾ പ്രഷർ കൊടുക്കരുത്. ഓവറായിട്ട് പ്രഷർ കൊടുത്താൽ മദർ ബോർഡിലെ പ്രിൻറ്റ് ഷോർട്ടാവും, പ്രിൻറ്റ് റിമൂവ് ആവാനും ചാൻസ് ഉണ്ട്.
ബോർഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ടിന്നറും അതേപോലെ കോട്ടണും യൂസ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും പെർഫെക്റ്റ് മെത്തേഡാണ്. കാരണം നമുക്ക് എന്താണ് ഇതിലെല്ലാം നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ടോട്ടൽ വേസ്റ്റും അതേപോലെ എന്താണ് അതിൻ്റെ ആ ടിന്നർ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്കിതിലേക്ക് അബ്സോർബായി കിട്ടുന്നുണ്ട്. ബോളെല്ലാം പ്രോപ്പറായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അതായത് പ്രിൻ്റെല്ലാം പ്രോപ്പറായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കണക്ഷൻ ഇവിടെ മിസ്സായിട്ടുണ്ട്. അതായത് മദർ ബോർഡിൽ ഒരു പ്രിൻ്റ് മിസ്സിംഗ് ആണ്. സോ ഈ ഒരു പ്രിൻ്റ് നമുക്ക് എന്താണ് എങ്ങനെ റീബിൽഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത് കൂടി നോക്കാം. പ്രിൻ്റ് മിസ്സായ സ്ഥലത്ത് തന്നെ അതിൻ്റെ കണക്ഷൻ്റെ ജസ്റ്റ് ഒരു ലൈൻ ഉണ്ട്. സോ അവിടെ നിന്ന് നമുക്ക് സ്ക്രാച്ച് ചെയ്തിട്ട് ഒരു ജമ്പർ ഇട്ട് കൊടുത്താൽ മതി. അതായത് നമ്മൾ ഈ ജിലേബി ഉണ്ടാക്കി വെക്കാമെന്ന് പറയും. സോ അതിനായിട്ട് ഫസ്റ്റ് അവിടെ കുറച്ചൊരു ഇത് നമ്മൾ ഫ്ലെക്സ് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. കണക്ഷൻ സ്ക്രാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഇതായത് യൂസ് ചെയ്യുന്നവർക്കും ബെറ്ററാണ്. അതായത് നമ്മുടെ ഈ സർജിക്കൽ ബ്ലേഡ് ഉണ്ട് മാർക്കറ്റിൽ വരുന്ന നമ്പർ 11 ബ്ലേഡ്. ഇത് നമുക്ക് എല്ലാ സ്പെയർ ഷോപ്പിലും വാങ്ങാൻ കിട്ടും. സോ ഇതിൻ്റെ ഷാർപ്പ്നെസ് ഉള്ള ബ്ലേഡ് മാത്രം വാങ്ങാം. സോ ഈ ഒരു ബ്ലേഡ് കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക. സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം തൊട്ടടുത്ത് ഗ്രൗണ്ട് ഉണ്ട്. സോ അതായിട്ട് ഷോർട്ട് ആകരുത്. സ്ക്രാച്ച് ചെയ്തതിന് ശേഷം കുറച്ച് ഫ്ലെക്സ്, അതായത് നമ്മൾ കുറച്ച് ഫ്ലെക്സ് അതിന് മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് എന്താണ് ഇതേപോലത്തെ ഒരു ഇത് എടുക്കാം. അതായത് നമ്മുടെ ഈ വിക്കിൻ്റെ നമുക്ക് പ്രോപ്പറായിട്ടാണ് പല ടൂൾസും, അതായത് പല ജമ്പറിങ് പാഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യൽ ഈ ഒരു മെത്തേഡാണ്. നമ്മുടെ ഈ വിക്കിലേക്ക് പെട്ടെന്ന് ലെഡ് അബ്സോർബ് ആകും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വിക്കിൻ്റെ ഒരു നാരെടുത്തിട്ട് അത് നമ്മൾ എന്താണ് ഇതേപോലെ കണക്ഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏത് മെത്തേഡിലാണ് ചെയ്യുന്നത് എന്നുള്ളത്. വയർ ജസ്റ്റ് കറക്റ്റ് അലൈൻ ചെയ്യുക. അതിനുശേഷം ഇതേപോലെ ഈ ബ്ലേഡിൻ്റെ അറ്റത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് PPD ഉണ്ട്. സോ കുറച്ച് മാത്രം PP എടുത്തിട്ട് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ബാക്കിയുള്ള കണക്ഷനിലേക്ക് ആകരുത്. കറക്റ്റ് ആ ഒരു എവിടെയാണ് നമുക്ക് ലെഡ് ആഡ് ചെയ്തിട്ട് ആ വയർ ജമ്പറിങ് പിടിക്കേണ്ടത് അവിടെ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്താണ് അയൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ടിപ്പ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ അവിടെ ആ കണക്ഷൻ പ്രോപ്പറായിട്ട് നമുക്ക് അവിടെ ഫിക്സ് ആവും. കണക്ഷൻ പ്രോപ്പറായിട്ട് അവിടെ പിടിച്ച് നിന്നിട്ടുണ്ട്. സോ നമുക്ക് എന്താണ് ഇനി അവിടെ ജസ്റ്റ് ഒരു എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്കവിടെ കറക്റ്റ് എന്താണ് റൗണ്ട് ഷേപ്പിൽ, അതായത് ജിലേബി രൂപത്തിലാക്കിയിട്ട് നമുക്ക് അവിടെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം.
ഓക്കെ, കണക്ഷൻ അവിടെ പ്രോപ്പറായിട്ട് നിന്നിട്ടുണ്ട്. സോ നമുക്കെന്താണ് ഇതിനി റിമൂവ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ യു വി ഇട്ട് നമുക്ക് മാസ്ക് ചെയ്യേണ്ടതുണ്ട്. യു വി ഇടുന്ന വീഡിയോ റെക്കോർഡ് ആയിട്ടില്ല, അതായത് റെക്കോർഡിംഗ് ഓൺ ആക്കാൻ മറന്നുപോയി. സോ അതുകൊണ്ട് ക്ഷമിക്കുക. യു വി ഇട്ടതിന് ശേഷമുള്ള വീഡിയോ കാണിച്ചു തരാം. യു വി എല്ലാം ഇട്ടിട്ട് പ്രോപ്പറായിട്ട് കണക്ഷൻ അവിടെ ആയിട്ടുണ്ട്. സോ നമുക്കെന്താണ് ഇതിന് യു വി ലൈറ്റിൻ്റെ താഴെ വെക്കാം. ഈ ഒരു സമയം കൊണ്ട് ആ യു വി ലൈറ്റ് ആ കണക്ഷൻ അവിടെ സെറ്റ് ആക്കട്ടെ. സോ നമുക്കെന്താണ് ഈ സമയം കൊണ്ട് നമുക്ക് CPU ക്ലീൻ ആക്കാം. CPU ക്ലീൻ ആക്കുന്നതിൻ്റെ ഒരുപാട് വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് എന്താണ് വോയിസ് ഓൾറെഡി ആഡ് ചെയ്തിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ജസ്റ്റ് എന്താണ് ഏത് മെത്തേഡിലാണ് ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും.
റാമും കർനലും നമുക്കെന്താണ് നോർമലായിട്ട് നമുക്ക് അയൺ കൊണ്ട് തന്നെ എല്ലാ കണക്ഷനിലും ലെഡ് പിടിപ്പിക്കാൻ പറ്റും. പക്ഷേ ഇതേപോലെ സിപിയുടെ മുകളിൽ ഒരുപാട് കണക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് അയൺ കൊണ്ട് സ്ക്രാച്ച് ചെയ്യുന്നത് നമുക്കൊരു ലിമിറ്റ് വരെ, ഒരു പരിധി വരെ നമുക്കെന്താണ് ഡാമേജ് ആവും. സോ അതുകൊണ്ട് നമുക്കെന്താണ് ഇത് ഈ ഒരു സിമ്പിൾ മെത്തേഡിൽ നമുക്ക് എല്ലാ ബോൾസിലേക്കും കറക്റ്റ് ലെഡ് പിടിപ്പിക്കാൻ പറ്റും. ഐസിയുടെ മുകളിൽ ഇതേപോലെ 138 PPD ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാ പോർഷനിലേക്കും PPD ആയതിനു ശേഷം ഡയറക്റ്റ് ബ്ലോവർ യൂസ് ചെയ്ത് ഹീറ്റ് ചേഞ്ച് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ ജസ്റ്റ് ഒന്നാണ് എല്ലാ ഭാഗത്തേക്കും ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും, അതായത് എല്ലാ ബോൾസിലേക്കും ലെഡ് പിടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം കുറച്ച് ഫ്ലെക്സ് ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അയൺ വെച്ച് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ എല്ലാ ബോൾസും പ്രോപ്പറായിട്ട് ലെഡ് പിടിച്ചിരിക്കും.
ഐ സി റീബോൾ ചെയ്ത് നോക്കാം. ഐ സി റീബോൾ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പല മെത്തേഡ് അവൈലബിൾ ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഗ്ലാസ് വെച്ചിട്ട് വരെ റീബോൾ ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. സോ അത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. എനിക്കെന്തോ ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. നിങ്ങൾക്കത് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ മെത്തേഡിൽ ചെയ്യാം. ഞാനിവിടെ ടിഷ്യൂ വെച്ചിട്ടുള്ള മെത്തേഡാണ് ചെയ്യുന്നത്. റീബോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹീറ്റ് അടിക്കുമ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഹീറ്റ് 270 ഹീറ്റും അതേപോലെ ഒരു 30 എയറുമാണ്. നമ്മൾ ഡയറക്റ്റായിട്ട് ഐസിയുടെ മുകളിലേക്ക് ഹീറ്റ് അടിക്കാതെ നമ്മൾ ഇതേപോലെ ഒന്ന് ടെമ്പറേച്ചർ എല്ലാ ഭാഗത്തും സ്റ്റെൻസിലിൻ്റെ എല്ലാ ഭാഗത്തും ജസ്റ്റ് നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക. കാരണം റീബോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റായിട്ട് ഐസിലേക്ക് അടിക്കുമ്പോൾ അത് ഈ സ്റ്റെൻസിലിൻ്റെ ബാക്കിയുള്ള ഭാഗം പൊങ്ങി നിന്നിട്ട് സ്റ്റെൻസിൽ പൊങ്ങി വരുന്ന ഒരു കംപ്ലയിൻറ്റ് വരാറുണ്ട്. സോ അതായത് സ്റ്റെൻസിലേക്ക് ടോട്ടൽ ഹീറ്റ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതായത് ഡയറക്റ്റ് CPU പൊങ്ങാതെ നമ്മൾ ഡയറക്റ്റ് ആ സൈഡിലെ ഭാഗത്തോട്ട് ഹീറ്റ് അടിച്ചതിന് ശേഷം ഡയറക്റ്റ് ഇതേപോലെ CPയിലേക്ക് രണ്ടാമത് ഹീറ്റ് അടിക്കുന്ന സമയത്ത് സ്റ്റെൻസിൽ പൊങ്ങി വരുന്നില്ല. അതായത് നമുക്ക് ആ പ്രോപ്പറായിട്ട് അവിടെ റീബോളായിട്ട് കിട്ടും. ഈ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ടാകും. അതായത് റീബോൾ ചെയ്തതിന് ശേഷം 1 2 അല്ലെങ്കിൽ 4 5 ബോൾസൊക്കെ കറക്റ്റ് ബോളായിട്ടുണ്ടാകും. പക്ഷേ അവിടെ കണക്ഷനിൽ അത് പിടിച്ചിട്ടുണ്ടാവില്ല. ജസ്റ്റ് സൈഡിലോട്ട് മാറി നിന്നിട്ടുണ്ടാകും. അത് ജസ്റ്റ് ഒരു സൈഡിലേക്കായിട്ട് നിന്നിട്ടുണ്ടാകും. സോ നമ്മൾ ഇതേപോലെ ട്യൂസർ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് അലൈൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രണ്ടാമതും സെയിം ഹീറ്റിലൊന്ന് ഹീറ്റ് ചെയ്താൽ ആ കണക്ഷൻ എല്ലാം പ്രോപ്പറായിട്ട് അവിടെ തന്നെ ഇരിക്കുകയും നമുക്ക് രണ്ടാമത് റീബോൾ ചെയ്യേണ്ട ആവശ്യം വരികയില്ല. റീബോളിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഡയറക്റ്റ് രണ്ടാമതും ഫ്ലെക്സ് ആഡ് ചെയ്തിട്ട്, അതായത് ഫ്ലെക്സിൻ്റെ ടിപ്പിൽ വേറെ കാര്യങ്ങൾ, അതായത് ലെഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നുള്ള കൺഫേം ആക്കിയതിന് ശേഷം മാത്രം ഇതിൻ്റെ മുകളിലോട്ട് ഫ്ലെക്സ് രണ്ടാമത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ രണ്ടാമതൊന്ന് ഹീറ്റ് ചെയ്യുക, അതായത് എല്ലാ ഭാഗത്തേക്കും ഫ്ലെക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ടിന്നറിട്ട് ക്ലീൻ ചെയ്യുന്നതിന് പകരം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് IC ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അധികം ഫ്ലെക്സ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അതേപോലെ നമുക്ക് ടിന്നറിട്ട് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും
ഇതിൻ്റെ മുകളിലുള്ള ഡേർട്ടും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ക്ലീൻ ആവുകയും നമുക്ക് എന്താണ് IC പ്രോപ്പറായിട്ട് കിട്ടുകയും ചെയ്യും. സോ റാം റീബോൾ ചെയ്തിട്ടുണ്ട്. ഈ റാമിൽ ഒരു ബോൾ മാത്രം മിസ്സിംഗ് ആണ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ബോൾ നമ്മുടെ സെൻസിൽ തന്നെയാണ് ഇരിക്കുന്നത്. കറക്റ്റ് പ്രോപ്പറായിട്ട് അലൈൻ ആയിട്ടില്ല. അതുകൊണ്ട് എന്താണ് കറക്റ്റ് ബോൾ ആയിട്ടുണ്ട്, പക്ഷേ സെൻസിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. സോ ഈ ഒരു ബോൾ മാത്രമായിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് റിമൂവ് ചെയ്യുക. ICയുടെ കറക്റ്റ് പോയിന്റിൽ വെച്ച് കൊടുക്കുക. ഡയറക്റ്റ് രണ്ടാമത് ഹീറ്റ് അടിക്കുക. ഈ മെത്തേഡ് ചെയ്താൽ കറക്റ്റ് അവിടെ ബോളായിട്ടിരിക്കും. രണ്ടാമതും വീണ്ടും റീബോൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല.
ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ യു വി ഇട്ട് വെച്ചത് ലൈറ്റ് അടിച്ച് വെച്ചു, യു വി ലൈറ്റ് അടിച്ച് വെച്ചത് കൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് അവിടെ കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് എന്താണ് ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ലെഡ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് കുറച്ച് ഫ്ലെക്സ് ഇട്ട് കൊടുക്കുക, അതേപോലെ കുറച്ച് ഫ്ലെക്സും അതേപോലെ എന്താണ് കുറച്ച് PPD ആഡ് ചെയ്തിട്ട് ജസ്റ്റ് അതിനൊന്ന് മുട്ടിച്ച് കൊടുത്താൽ ആ കണക്ഷൻ്റെ മുകളിൽ നമുക്ക് എവിടെയാണ് ഐസിയുടെ ആ ബോൾ വരുന്ന പോർഷനിൽ ഒന്നും കൂടി ലെഡ് ആഡ് ആവും. സോ അതിനുശേഷം നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് IC വെച്ച് കൊടുക്കുമ്പോൾ എന്താണ് നമുക്ക് അവിടെ അധികം ഷെയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. പ്രോപ്പറായിട്ട് അവിടെ ഇരുന്നോളൂ. ആ കണക്ഷൻ്റെ ഭാഗത്ത് നമുക്ക് അധികം ഷെയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ഓൾറെഡി ICയുടെ മുകളിൽ ഇപ്പോൾ ഫ്ലെക്സ് ഉണ്ട്. നമ്മൾ നേരത്തെ ഹീറ്റ് അടിച്ച ഫ്ലെക്സ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ല, അത് ഓൾറെഡി ICൻ്റെ മുകളിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഫ്ലെക്സ് ആഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ക്രോസിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ IC റിമൂവ് ചെയ്യാനും അതേപോലെ ഇതുപോലെ ഫിക്സ് ചെയ്യാനും വേണ്ടിയിട്ട് വിത്തൗട്ട് മൈക്രോസ്കോപ്പ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ്. IC ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ IC റിമൂവ് ചെയ്ത അതേ ഹീറ്റ് തന്നെ 360 ഹീറ്റും അതേപോലെ 60 എയറും ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഡബിൾ ഡെക്കർ IC റീബോൾ വെച്ചിട്ട് ഫിക്സ് ചെയ്യുന്ന എല്ലാ ടെക്നീഷ്യന്മാർക്കും ഈ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. അതായത് നമ്മൾ ഫസ്റ്റ് മെയിൻ അതായത് CPU റീബോൾ ചെയ്ത് ഫിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ റാം ഫിക്സ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഈ റാമിൻ്റെ പാഡ് നമുക്ക് ഫിക്സ് ചെയ്തതിന് ശേഷം എന്താണ് ഇതേപോലെ ഡേർട്ടി ആയിട്ട് അത് ലെഡൊന്നും പ്രോപ്പർ അല്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടാറുണ്ട്. സോ അതിന് സിമ്പിൾ ഒരു മെത്തേഡ് നമ്മൾ രണ്ടാമത് അയണ് വെച്ചിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല. ഇതേപോലത്തെ ഒരു സ്ക്രബ്ബർ ബ്ലേഡ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. ഇല്ലെങ്കിൽ ജസ്റ്റ് ചെറിയ എമൗണ്ട് വരുന്നുള്ളൂ, ജസ്റ്റ് പർച്ചേസ് ചെയ്യുക. ഇതിലേക്ക് എന്താണ് ഫ്ലെക്സ് അതായത് ടിന്നർ നല്ല രീതിയിൽ ആഡ് ചെയ്തിട്ട് അധികം പ്രഷർ കൊടുക്കാണ്ട് ജസ്റ്റ് ഒരു ചെറിയ പ്രഷറിൽ ഇതേപോലെ വൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ലെഡ് അവിടെ രണ്ടാമതും പ്രോപ്പറായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും.
മദർ ബോർഡ് പെട്ടെന്ന് കൂളാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു ഫാൻ യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം നമുക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതുപോലൊരു ഫാൻ ഡയറക്റ്റ് അതിന് മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മദർ ബോർഡ് പെട്ടെന്ന് നമുക്ക് കൂളായിട്ട് കിട്ടും. സോ നമ്മുടെ വർക്ക് ടോട്ടലി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മദർ ബോർഡിൽ ഫിക്സ് ചെയ്ത് നോക്കാം. ഫോൺ ടോട്ടൽ വർക്കിംഗ് ആണ്, പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളിപ്പോൾ വർക്ക് ചെയ്ത അതേ മദർ ബോർഡ് തന്നെയാണിത്. പല ചൈനക്കാരെയും ഇന്ത്യക്കാരൊക്കെ വീഡിയോ ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യുന്നത് വേറെ മദർ ബോർഡിലും ഔട്ട്പുട്ട് കാണിക്കുന്ന വേറെ മദർ ബോർഡിലല്ല. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ ഏത് മദർ ബോർഡിലാണോ വർക്ക് ചെയ്തത് അതേ മദർ ബോർഡ് തന്നെയാണ് നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ ഇവിടെ ഓണാക്കി കാണിച്ചതും. നമ്മൾ വേറെ കാര്യങ്ങളോ ചെയ്യില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.